ജീവനുമാകുന്നു. എന്നെ വിശ്വസിക്കുന്നവൻ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് പിതാവായ ദൈവം ലോകത്തെ സ്നേഹിച്ചുകൊണ്ട് തന്റെ ഓമനകുമാരനെ ലോകത്തിലേക്ക് അയച്ചു എന്ന് വിശുദ്ധ ബൈബിൾ വിളിച്ചു പറയുമ്പോൾ, പാപിയായി കിടക്കുന്ന മനുഷ്യ, നിനക്കൊരു രക്ഷയുണ്ട്. ഇതാകുന്നു സുപ്രസാദ കാലം, ഇതാകുന്നു രക്ഷാ ദിവസം. ഇപ്പോൾ ഈ യേശുവിനെ ഹൃദയം കൊണ്ട്, കർത്താവേ, നീ എന്റെ പാപത്തിനു വേണ്ടി, നീ എന്നെ രക്ഷിക്കുന്നതിന് വേണ്ടി മനുഷ്യനായി പിറന്നു. കാൽവരിയുടെ ഗിരിത്തറകളില് എനിക്ക് വേണ്ടി അവസാന തുള്ളി രക്തം വരെ ഊറ്റിത്തന്ന് എന്നെ വീണ്ടെടുക്കുവാൻ വീണ്ടും വരാമെന്ന് പറഞ്ഞു പോയ ആ യേശു ക്രിസ്തുവിനെ ഞാൻ എന്റെ രക്ഷിതാവും ഞാൻ എന്റെ കർത്താവുമായി ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ, പ്രിയ സഹോദര, മാതാവേ, പിതാവേ, നീ രക്ഷിക്കപ്പെടും. നിത്യശിക്ഷയിൽ നിന്നുള്ള ഒരു വിടുതലാണ് രക്ഷ. ശിക്ഷയ്ക്ക് അർഹിക്കപ്പെട്ടതാണ് നാം ചെയ്തത്. അനുസരണം കെട്ട് പാപം ചെയ്ത് ദൈവത്തെ ദൈവമെന്ന് ഓർത്ത് മഹത്വപ്പെടുത്താതെ മറ്റു പലതിലേക്കും നാം കടന്നുപോയി. പല കർമ്മമാർഗങ്ങളും നാം ചെയ്തു കൂട്ടുന്നു. സത്യം അറിയുന്നില്ല. വഴിയാകുന്നു, സത്യമാകുന്നു, ജീവനാകുന്നു എന്ന് പറഞ്ഞവരെ തള്ളിക്കളഞ്ഞിട്ട് നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്നതൊക്കെ നമുക്കറിയാം. ഞാനത് പരസ്യമാക്കുന്നില്ല. ദൈവം ആത്മാവാകുന്നു. നമ്മുടെ ഓരോ ചലനങ്ങളും ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ വിശുദ്ധ ബൈബിളിന്റെ അവസാന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, പുസ്തകങ്ങൾ തുറന്നു, അവിടെ ജീവന്റെ പുസ്തകമുണ്ട്. ഒരു മനുഷ്യൻ ഭൂമിയിൽ ജനിക്കുമ്പോൾ ജീവന്റെ പുസ്തകത്തിൽ അവന്റെ പേരെഴുതി വെക്കും. അവൻ രണ്ടാമതും ഈ കർത്താവ് കാണിച്ചതുപോലെ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ജലത്തിൽ ഇറങ്ങി സ്നാനമേറ്റ്, ദൈവം യേശുവെ, നീ എന്റെ രക്ഷകനും നിന്നെ എന്റെ കർത്താവെന്ന് ഞാൻ ഹൃദയം കൊണ്ട് ഏറ്റുപറഞ്ഞ് നീ എനിക്ക് കാണിച്ചെന്ന മാതൃകയിൽ ഇതാ ഞാൻ കടന്നു വന്നു വരുമ്പോൾ ജീവപുസ്തകത്തിൽ പേരെഴുതും. ജീവന്റെ പുസ്തകമുണ്ട്, ജീവപുസ്തകമുണ്ട്. ജീവപുസ്തകത്തിൽ പേര് കാണാത്ത എല്ലാവരും നരകത്തിൽ തള്ളിയിടുമെന്ന് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഇന്ന് മുതൽ ജീവന്റെ പുസ്തകത്തിൽ പേരുള്ള മാനവരെ, നിനക്കും ഒരു സ്വർഗരാജ്യമുണ്ട്. അവിടേക്ക് പോകണമെങ്കിൽ ജീവപുസ്തകത്തിൽ നിന്റെ പേര് വരണം. അതിനൊന്നേ ഉള്ളു മാർഗം. ഞാനത് പറഞ്ഞു കഴിഞ്ഞു. എല്ലാ മതങ്ങളും ഒന്നുപോലെ വിശ്വസിക്കുന്നുണ്ട്. ഒരു സ്വർഗമുണ്ട്, ഒരു നരകമുണ്ട്. ആ നരകത്തിലേക്കുള്ള യാത്രയ്ക്കാണെങ്കിൽ നീ ഒന്നും ചെയ്യണ്ട, ഈ പോകുന്ന വഴിയെ പോയാൽ മതി. അല്ല, ആ നിത്യ നരകാഗ്നിയിൽ പെട്ടുപോകാതെ, നിത്യമായി ദണ്ഡനം അനുഭവിച്ച് കിടക്കാതെ, ദൈവം വാഗ്ദത്തം ചെയ്ത വാഗ്ദത്ത രാജ്യത്തിലേക്ക്, ആ സ്വർഗരാജ്യത്തിലേക്ക് പോകണമെങ്കിൽ നീ തിരികെത്തിക്കണ്ട, നീ മല ചവിട്ടണ്ട, മറ്റു കർമാദികളോ നോമ്പുകളോ ഒന്നും നോക്കണ്ട. യേശുവിന്റെ കർത്താവെന്നും രക്ഷകനെന്നും ഏറ്റുപറഞ്ഞ് നീ ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളവനോ നിന്നെ ചേർപ്പാൻ ഈ ഞാൻ പ്രസംഗിച്ച് യേശു കർത്താവ് വേഗം വരും. ആ വരവിന്റെ ലക്ഷണങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിത, ഞാനിത് അറിഞ്ഞില്ല, ഞങ്ങൾക്കിത് അറിയില്ലായിരുന്നുവെന്ന് ആ ന്യായവിധി ദിവസത്തിൽ ന്യായാധിപന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പറയുവാൻ അധികാരമില്ല. എന്തെന്നാൽ ആ സമയം ദൈവം ആകാശത്തെയും ഭൂമിയെയും വിളിക്കും. ഇന്ന് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകും. ഇന്ന് ഈ മലകളും ഈ വൃക്ഷങ്ങളും ഈ ഭിത്തികളെല്ലാം ഞങ്ങൾ ഇവിടെ പ്രസംഗിക്കുന്ന ഇത് മുഴുവൻ അവിടെ സേവ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുക. കേട്ടില്ല, അറിഞ്ഞില്ല എന്ന് പറയുന്ന നിമിഷം നിന്റെ കൺമുമ്പിലൂടെ അതെല്ലാം ദൈവം കടത്തിവിടും. ഈ സഹോദരങ്ങൾ ഇതേ ഉച്ച കഴിഞ്ഞാൽ ഈ സമയമായപ്പോൾ ഈ ദിവസം ഇവിടെ വന്ന് വിളിച്ചു പറഞ്ഞിട്ട് നിന്റെ കാതിൽ മുഴങ്ങിയിട്ട് നീ അനുസരിച്ചില്ല, ആ ശിക്ഷാവിധിയിൽ അകപ്പെടാതെ വണ്ണം രക്ഷയിലേക്ക് കടന്നു വരേണ്ടതിന് ഒരിക്കൽ കൂടി ഞങ്ങൾ നിങ്ങൾ എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ പരസ്യ ജീവിത കാലത്ത് അനേക രോഗികളെ അവൻ സൗഖ്യമാക്കി. എന്തെന്നാൽ അവൻ ദൈവപുത്രനാണെന്ന് ലോകത്തിന് തെളിയിക്കണമായിരുന്നു. കുരുട്ട് കണ്ണുകളെ തുറന്നു, മുടന്തിനെ നടക്കുമാറാക്കി. ഹല്ലേലൂയ! മരിച്ചു നാറ്റം വെച്ചിരുന്ന ലാസറിനെ പുറത്തു കൊണ്ടുവന്നു. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. രോഗമോ ദുഃഖമോ വേദനയോ കടഭാരമോ എന്തുകൊണ്ടാണ് ആകുലപ്പെടുന്നത്? യേശുവിൽ വിശ്വസിക്കുക. അവന്റെ പാദപീഠത്തിൽ ഞാനൊരു പാപി എന്ന് ഏറ്റു സമ്മതിക്കുക. നിന്നെ രക്ഷിപ്പാൻ, നിന്നെ സഹായിപ്പാൻ ഞങ്ങൾ പ്രസംഗിക്കുന്ന
യേശു ആയിരിക്കുന്ന ഇടത്ത് അരുകേ നിൽപ്പുണ്ട്. യേശു പറഞ്ഞു, എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ ഇന്ന് നിന്നോടുകൂടെ നിന്റെ ഭവനത്തിൽ വസിക്കും. സഹോദരങ്ങളെ, ദേശനിവാസികളെ, ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രമിക്കുന്ന വാത്സ്യ സ്നേഹനിധികളായ സകല മാനവനുമേ, യേശു ക്രിസ്തു ഒരു മതവും സ്ഥാപിച്ചിട്ടില്ല. ക്രിസ്ത്യാനികളുടെ ദൈവമല്ല, ഹിന്ദുവിന്റെ ദൈവമല്ല, മുസൽമാന്റെ ദൈവമല്ല, പെന്തക്കോസ്റ്റുകാരുടെ ഞങ്ങളുടെ ദൈവമല്ല. സകല മാനവകുലത്തിന്റെയും ഉടയവനായ കർത്താവായ യേശു ക്രിസ്തു രാജാതി രാജാവും കർത്താതി കർത്താവുമായി താൻ വേഗം കടന്നു വരുമെന്നുള്ള സത്യം ഞങ്ങൾ നിങ്ങളെ വിളിച്ചറിയിച്ചു കഴിഞ്ഞു. ലോക സംഭവങ്ങൾ നമുക്ക് വെളിയിൽ നിന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സമശിഷ്ടങ്ങളായ, നമ്മുടെ സ്വരൂപത്തിലായിരിക്കുന്ന സഹോദരവർഗങ്ങൾ, മാനവൻ തന്നെ സ്വന്തം മാതാപിതാക്കളെ തിരിച്ചറിയാതെ, സ്വന്തം രക്തബന്ധത്തെ തിരിച്ചറിയാതെ ചെയ്തു കൂട്ടുന്ന വാർത്തകൾ ദിനം പ്രതി കണ്ണുകളിൽ കാതുകളിൽ കേൾക്കുമ്പോൾ ഒന്ന് ഓർത്തുകൊള്ളുക. പ്രായമുള്ളവർ പറയും, ഇതെന്തിന്റെ അവസാനമാണ്, ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? പണ്ട് കാലങ്ങളിലൊക്കെ പ്രായമുള്ളവർ വീട്ടിൽ കടന്നു വരുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ഭവനത്തിനകത്ത് മാറിപ്പോയിക്കൊണ്ടിരുന്ന കൂട്ടത്തിൽപ്പെട്ടവളാണ് ഞാന്. അത്രത്തോളം പിതാക്കന്മാരെ ബഹുമാനിച്ചു, മാതാപിതാക്കളെ ആദരിച്ചു. എന്നാൽ ഇന്നത്തെ തലമുറയോ? ചിന്തിച്ചുകൊള്ളുക, ദൈവത്തിന്റെ കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങളിൽപ്പെട്ട ഒന്നാണത്. ഹല്ലേലൂയ! ഈ ശബ്ദപരിധിക്കുള്ളിൽ എന്നെ ശ്രവിച്ച പ്രിയമുള്ളവരെ, നിങ്ങളുടെ വേദനിക്കുന്ന വിഷയങ്ങള്, നിങ്ങൾ ചുമക്കുന്ന ഭാരങ്ങള്, നിങ്ങളുടെ തലമുറയെ കുറിച്ചുള്ള ആദി, പ്രിയ സഹോദര, സ്വന്തം ഭാര്യയെ അറിയാതെ ചെയ്യുന്നത്, സഹോദരിയെ നിന്റെ ഭർത്താവിനെ അറിയാതെ, ഞാൻ പറഞ്ഞല്ലോ ഞായറാഴ്ച 8 മണിക്ക് സ്വന്തം ഭർത്താവ് ഭാര്യയെ ചെന്ന് വെട്ടിക്കൊന്നതിന് ശേഷം സെൽഫി എടുത്ത് പരസ്യം ചെയ്തു. ലോകം അതിന്റെ അന്ത്യത്തിലെത്തിയിരിക്കുന്നു. ആകയാൽ സ്നേഹിതരെ, എന്റെ യേശുവിന്റെ വരവേറ്റമെടുത്തിരിക്കാൻ ഈ പകൽക്കാലം ഞങ്ങളെ ശ്രമിച്ച ദേശനിവാസികളെ, എന്ന് ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ ആകാശമേഘങ്ങളിൽ ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് കൂടെ ദൈവത്തെ എതിരേൽപ്പാൻ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടും. ആമേൻ. ആ എടുക്കപ്പെടലിന് നിങ്ങളെ ഒരിക്കൽ കൂടി ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. ഈ സത്യം അറിഞ്ഞില്ല എന്ന് പറയാതെ ഇരിക്കേണ്ടതിന് ഒരു പ്രാവശ്യം കൂടി ഈ ദേശത്ത് ഞങ്ങളെയും കൊണ്ടുവന്ന് ഈ സത്യം കർത്താവ് നിങ്ങളെ അറിയിച്ചിരിക്കുന്നു. ആകയാൽ വിശ്വസിക്കുക, രക്ഷിക്കപ്പെടുക. ദൈവം പറഞ്ഞ കൽപ്പനയാകുന്ന വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. നിത്യശിക്ഷാവിധിയിൽ നിന്ന് ദൈവം അവനെ കാക്കും. ആകയാൽ പ്രിയമുള്ളവരെ, ഒരിക്കൽ കൂടി നിങ്ങളെ ഞങ്ങൾ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു. ഈ ശബ്ദം കേട്ട എല്ലാവരെയും കർത്താവായ യേശു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഞങ്ങളെ അടുത്ത് മടലുമായി ശ്രമിച്ച എല്ലാ മാന്യ കേൾവിക്കാർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും ഞങ്ങൾ അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ കാണുന്ന ആകാശവും ഭൂമിയും മാറ്റപ്പെട്ടാലും മാറ്റം വരാത്ത ദൈവത്തിന്റെ തിരുവചനങ്ങളാണ് നമ്മൾ ശ്രമിച്ചത്. ആകയാൽ ഈ വചനം കേട്ട് ആരും നഷ്ടപ്പെട്ടു പോകരുത്. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം ഈ ദേശത്തെ സ്നേഹിക്കുന്നു. ഈ തോമ്പിക്കേണ്ട ദേശത്തെ ദൈവം അനുഗ്രഹിക്കേണ്ടതിന് വേണ്ടിയും ഇപ്പോൾ കർത്താവിന്റെ ദാസൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയം ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിപ്പാൻ ദേശത്തോട് ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. കർണാസമനായ വാഴ്ത്തപ്പെട്ട സ്വർഗീയാവേ, കർത്താവെ, ഈ ദേശത്ത് ഞങ്ങൾക്ക് വന്ന് കർത്താവിനെ പറയുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഭവനങ്ങളിൽ ഇരുന്ന് കേട്ട ഓരോ നിവാസികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ രൂപാന്തരത്തിനായി പ്രാർത്ഥിക്കുന്നു, മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കുന്നു, കർത്താവിന്റെ കരം ഒരുമേൽ ചൊരിയുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ഭാരപ്പെടുന്ന പ്രയാസങ്ങളുടെ വിഷയങ്ങളിൽ കർത്താവെ, അവർക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യുന്നതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ദേശം കർത്താവ് വിടുവിക്കപ്പെടുവാൻ, കർത്താവിന് വേണ്ടി നേടുവാൻ അവിടുന്ന് ഒരുക്കേണ്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇവിടെ ആയിരിക്കുന്ന എല്ലാ ഓട്ടോ തൊഴിലാളികൾക്കായി, അതുപോലെ മറ്റു ജോലിക്കാർ, കൃഷിക്കാർക്കായി, ഭവനങ്ങളായിരിക്കുന്ന പ്രിയപ്പെട്ട ഓരോരുത്തർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരൊക്കെ വിടുവിക്കപ്പെടുവാനും കർത്താവിനെ കണ്ടുമുട്ടുവാനും രൂപാന്തരപ്പെടുവാനും ഒക്കെ ഒരുക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങളുടെ ദാസിയെ ബലപ്പെടുത്തിയല്ലോ, ദേശത്തെ അറിയിക്കുവാൻ അവിടുത്തെ വചനങ്ങൾ കർത്താവ് ഉപയോഗിച്ചാനായി നന്ദി പറയുന്നു. പിന്നെയും ബലപ്പെടുത്തുവാനാണെന്ന് പ്രാർത്ഥിക്കുന്നത്. കടന്നു വന്ന് ഞങ്ങളെ പ്രിയപ്പെട്ട എല്ലാവരെയും ഏൽപ്പിക്കുന്നു. ശക്തീകരിച്ചാട്ടെ, ബലപ്പെടുത്തിയാട്ടെ, കടന്നു വന്ന് കൂടെ ഇരിക്കാട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.
യേശുക്രിസ്തു ഭാവികളെ രക്ഷിക്കുന്നു. യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാകുന്നു. യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ യേശുക്രിസ്തു രാജാതി രാജാവായി വേഗം വരുന്ന ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഹല്ലേലൂയ. ഈ ശാന്തമായ അന്തരീക്ഷത്തിൽ ഇത്രയും സമയം ദൈവത്തിന്റെ വചനം ശ്രമിച്ച എല്ലാ ദേശവാസികൾക്കും ലോകൈക രക്ഷകനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും ഞങ്ങൾ അറിയിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്.